റീനൽ ട്രാൻസ്പ്ലാന്റ് ഒരു ഓപ്ഷനാണ് ഇങ്ങനത്തെ കേസിൽ. അപ്പം അത് പേഷ്യന്റിനും ഡോണറിനും എത്രമാത്രം സേഫ് ആണ് സർ ഇത് ചെയ്യുന്നത്? ഡോണർ സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, സിംഗിൾ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ അവർ യൂഷ്വലി ഇവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ ഡോണർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ GFR എന്നൊരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നോർമലി 120 നമ്മൾ ആവറേജ് 2 കിഡ്നിയും ഫുൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ 60 വെച്ചിട്ട് ഒരു കിഡ്നി. അപ്പം GFR നോക്കുമ്പോൾ 2 കിഡ്നിയും സെപ്പറേറ്റ് നമ്മൾ നോക്കും. അപ്പം എപ്പോഴും 2 കിഡ്നി ഓൾമോസ്റ്റ് ഈക്വലാണ്. എന്തായാലും ഡോണർക്ക് റെസിപ്പിയൻറ്റിന് വയ്ക്കാൻ നല്ല കിഡ്നി കൊടുക്കണമല്ലോ. അപ്പോൾ ഒരാൾ 2 കിഡ്നി 60 മുകളിലുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി എടുക്കും. ഇപ്പോൾ 60 40 ഉള്ളെങ്കിൽ ഇപ്പോൾ 40 കൊണ്ട് മറ്റേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നിക്ക് വെച്ചിട്ട് കാര്യമില്ല, അത് ഓൾറെഡി ഫെയിലർ ഉണ്ട്. അപ്പോൾ 60 നമ്മൾ ഡോണറിന് കൊടുത്താൽ, റെസിപ്പിയൻറ്റിന് കൊടുത്താൽ ഡോണറിനുള്ളത് 40 ഉള്ളൂ. ഡോണർ CKD ആയിപ്പോവും, ഫെയിൽ ഫെയിലർ ആയിപ്പോവും. സോ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പ്രോപ്പർ ഇവാലുവേറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ ഡോണറിന് പ്രധാനമായും നമ്മൾ പ്രഷർ ഉണ്ട്, ഒരൊറ്റ മരുന്നിൽ കൺട്രോൾ ആണെങ്കിൽ വരെ നമുക്ക് കൺട്രോൾ കൊടുക്കാറുണ്ട്. ബട്ട് ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് പതിവ്. ഷുഗർ ഇപ്പം ഡയറ്റിൽ കൺട്രോൾ ആണെങ്കിൽ പോലും മാക്സിമം നമ്മൾ വേറെ ഡോണേഴ്സ് കൊണ്ടുവന്ന് നോക്കും, ഇല്ലെങ്കിലാണ് കൊടുക്കാറ്. ഇനി റെസിപ്പിയൻ്റെ സൈഡിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് 1 year എസ്പെഷ്യലി ഫസ്റ്റ് 6 months നമ്മൾ പ്രധാനമായും ഹൈ ഡോസ് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി ഇമ്മ്യൂണോസപ്രസൻസ്. നമ്മൾ പറയല്ലോ, കിഡ്നി എന്ന് പറഞ്ഞാൽ ഒരു ഡോണർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് അക്സെപ്റ്റ് ചെയ്യൂല. അതൊരു ഫോറിൻ ബോഡി ആയിട്ട് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ഹൈ ഡോസ് ആൻഡ് ഇമ്മ്യൂണോസപ്രസൻസ് കൊടുക്കും. അപ്പോൾ ഈ ഇമ്മ്യൂണോസപ്രസൻസ് കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് 6 months ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി റിജക്റ്റ് ആകാനും പാടില്ല, പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാനും പാടില്ല. ഒരു ഫസ്റ്റ് 6 months to 1 year കുഴപ്പമില്ലാണ്ട് പോയി, ആൻറ്റിബോഡി കുറവായി, നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസ് കൺട്രോളായി, ക്രിയാറ്റിനിൻ ലെവൽ നോർമൽ പോവുകയാണെങ്കിൽ മിക്കവാറും കുഴപ്പമില്ലാണ്ട് അത് അക്സെപ്റ്റായി പോകും. പിന്നീട് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് എന്തുകൊണ്ടാണോ റീനൽ ഫെയിൽ വന്നത്, ഇപ്പോൾ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണോ, അപ്പോൾ അതിപ്പോൾ കൺട്രോൾ ആണോ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ HLA മാച്ചിങ് പറയും. അത് 6x6 മാച്ച്, അങ്ങനെ കുറേ HLA മാച്ചിങ് ഉണ്ട്. അപ്പോൾ മാച്ചിങ്ങിൻ്റെ എത്രത്തോളം മാച്ച് ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇനി ഭാവിയിൽ അതിൻ്റെ ലോങ്കിവിറ്റിയൊക്കെ തീരുമാനിക്കുക. ഒരു ആവറേജ് ഒരാൾക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 10 to 15 years ലൈഫ് സ്പാന് കിട്ടും. അതാണ് ഇപ്പോൾ പ്രോപ്പർലി വർക്കിംഗ് ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ. അപ്പോൾ അതിന് നമ്മൾ ആ സമയത്ത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് വേറെ ഓപ്ഷൻ വെച്ചാൽ, ഇപ്പം ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമുക്കൊരു 15 years കഴിഞ്ഞ് അത് ഫെയിൽ ആയാലും പിന്നെയും ഡയാലിസിൽ പോവാം. വി ക്യാൻ ഗോ ഫോർ അനദർ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ്. സോ അതൊരു ഓപ്ഷൻസ് ആണ്. പക്ഷേ അത് ഈ ഡോണർ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ട്രാൻസ്പ്ലാന്റ് വൈഡ് വലുതായി നടക്കുന്നുണ്ടെങ്കിൽ ഡോണർ അവൈലബിലിറ്റിയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് എസ്പെഷ്യലി കുറേ നിയമ നടപടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു give and donation should be voluntary, okay, without any money in between. സോ അത് ഗവൺമെൻറ് എപ്പോഴും കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്പൗസിന്, പാരൻസിന് അല്ലെങ്കിൽ സിബ്ലിങ്സിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിയമപരമായിട്ട്. ഔട്ട്സൈഡ് ഒരാൾക്ക് കൊടുക്കാൻ കുറേ നൂലാമാലകളുണ്ട്. സോ ട്രാൻസ്പ്ലാന്റ് ഒരു ബിഗ്ഗസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അത് ഇനി അപ്കമിങ് ഇയേഴ്സിൽ അത് പൊങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കാം.